സാറേ, ഉം. സുപ്രീം കമ്പനിയിൽ വരും കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനേ. ആ പ്രൊഡക്റ്റാ എന്തിൻ്റെത്? സുപ്രീം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, ഗുരുവായൂരുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എവിടുന്ന വരുന്നേ? ഇവിടെ ആൽത്തറക്കം. ആ ഈ ആൽത്തറ. എന്തൊക്കെ പ്രൊഡക്റ്റ് പറഞ്ഞ്? പ്രൊഡക്റ്റ് ചായപ്പൊടി ഉണ്ട്, മൈലാഞ്ചി പൊടി ഉണ്ട്, പിന്നെ വെജിറ്റബിൾ കട്ടർ ഉണ്ട്, പിന്നെ മിക്സർ ഉണ്ട്, പിന്നെ അങ്ങനെ നമ്മള് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാം കൊടുക്കുന്നത്. ഇതൊക്കെ എന്താ വില? വില മാർക്കറ്റ് പ്രൈസിനേക്കാളും വളരെ കുറച്ചാണ് തരുന്നത്. ഇപ്പോൾ ചായപ്പൊടിക്കൊക്കെ 75 രൂപയുള്ളൂ. അതും 400 രൂപയുടെ ചായപ്പൊടി, അതായത് ഏകദേശം 750 ഗ്രാമോളം വരും. ക്വാളിറ്റി കുറവാവില്ലേ? ക്വാളിറ്റി ഒന്നല്ല, സുപ്രീം കമ്പനി നല്ല ബെസ്റ്റ് കമ്പനി തന്നെയാണ്. കമ്പനി ബെസ്റ്റ് ആയിരിക്കും, സാധനം ബെസ്റ്റ് ആവുമോ? തീർച്ചയായിട്ടും സാധനം ബെസ്റ്റ്. ഞാൻ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ. എടുക്കട്ടെ സാറേ? എടുക്കാ. നിക്ക് നിക്ക് നിക്ക്, പേരെന്താന്നാ പറഞ്ഞേ? സുപ്രീം കമ്പനി. അതല്ല നിങ്ങളെ പേരെന്താ? എന്റെ പേര് സുനി. സുനിയ? സുനീറ. സുനീറ. പുന്നയൂർക്കുളത്തല്ലേ വീട്? എന്റെ വീട് പുന്നയൂർക്കുളത്താണ്, താമസിക്കുന്ന ആൽത്തറയില. ഇപ്പൊ ആൽത്തറയിലേക്ക് മാറിയിട്ട് എത്രയായി? 10 വർഷം വരെ വാടക താമസിക്കുന്നത്. അതല്ലേ. ജോലി കിട്ടിയപ്പോ ഇപ്പൊ ഇതായിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവും കാര്യങ്ങളൊക്കെ? കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. ഭർത്താവ് സാറേ ഏത് പ്രൊഡക്റ്റാ വേണ്ടതെന്ന് വെച്ചാല്? സുനീറ, അനക്കെന്നെ മനസ്സിലായ? പെട്ടെന്ന് അങ്ങോട്ട് കത്തിയിട്ടില്ല. കത്തില്ല. പേരെന്തായിരുന്നു? എന്റെ പേര് സാദിഖ് എന്നാണ്. നമ്മളവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ഓർമ്മ ഉണ്ടാ? അല്ല, ഞാൻ പരിഹസിക്കാനൊന്നല്ല. അവിടെ ഞാൻ ഡിഗ്രി 3 കൊല്ലം ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഈ അവിടെ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് വന്ന് ചേരുന്നത്. അന്ന് മുതൽ ഭയങ്കര പ്രണയായിരുന്നില്ലേ നമ്മള് തമ്മില്? 2 കൊല്ലം പ്രേമിച്ച് നടന്നു. എണപിരിയോത്ത പ്രേമം. എന്തൊക്കെയാണ് നീ എന്നോട് പറഞ്ഞത്? അവസാനം ഒരു കൂറേനെ, ഓന് കുറച്ച് കാശ് കൂടുതലുണ്ടായിരുന്നു. അന്ന് ഞാൻ ദരിദ്രനായിരുന്നല്ലോ. ഞാനിപ്പോ അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൾഫിൽ പോയിട്ടാണ് കുറച്ച് കാലം അവിടെ ചെലവഴിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ അത് അവിടെ സെറ്റിലായി. ഇത് തേച്ചിട്ട് പോയതല്ലേ. എന്നിട്ട് അണക്ക് ഇന്നവിടെ കണ്ടപ്പോ ഓർമ്മ വന്നില്ല. അത് അഭിനയല്ലായിരുന്നു. അന്ന് നീ എന്നോട് കാണിച്ചതും അഭിനയല്ലായിരുന്നു അല്ലേ? ഓർമ്മ വരൂല. അന്ന് എന്തേരുന്നു എന്റെ കുന്തളിപ്പ്, അവിടത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി, എന്നായിട്ടുള്ള പ്രേമം. എന്നിട്ട് എന്നാ ചെക്കന്മാരുടെയും എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട്, പെൺകുട്ടികളെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് നിഷ്കരണം തള്ളി പറഞ്ഞ് തേച്ച് പോയിട്ട് ഇപ്പൊ ഭർത്താവ് കൂടെ ഉണ്ടാ? ഇല്ലല്ലോ, ഉണ്ടാവൂല. എനിക്കിത് സന്തോഷായി. ഇതിങ്ങനെ വരുള്ളൂ. കാരണം അന്ന് എന്നെ തേച്ചപ്പോ ഞാൻ അനുഭവിച്ചൊരു വേദന ഉണ്ട്. ഇപ്പൊ അനക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുകയാണല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ളത്. അല്ല, ഇത് പറയാൻ പടച്ചോനായിട്ട് എനിക്ക് ഒരു സമയം തന്നതാണ്. അപ്പൊ ആ സമയത്ത് 2 വർത്താനം ഞാൻ പറഞ്ഞില്ല വെച്ചെങ്കിൽ ഞാൻ പൊട്ടനാവൂലേ? അതുകൊണ്ട് പറയാ. എന്തായാലും നന്നായി, എനിക്ക് സന്തോഷായി. പിന്നെ ജോലി എടുത്ത് ജീവിക്കണമൊക്കെ നല്ല കാര്യം തന്നെ, അത് നടക്കട്ടെ. കുട്ടികൾക്ക് സുഖല്ലേ? അത് നന്നായി. പക്ഷെ എന്തായാലും ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ ഈ അഹങ്കാരം കാണിച്ചാണ്ടല്ലോ, ഇക്കരെ നിൽക്കുമ്പോ നമുക്ക് തോന്നുന്നു അക്കരെ പച്ചയായിരുന്നു. അതായിരുന്നു എൻ്റെ ഒപ്പം എൻ്റെ കാമുകിയായിട്ട് എന്നെ സ്നേഹിച്ച് ജീവിക്കണ സമയത്ത് എനിക്ക് തോന്നി അക്കരെയാണ് പച്ചാന്ന്. ഈ മറ്റവന്റെ പിന്നാലെ പാഞ്ഞ് ഇപ്പോ അന്നെ വിട്ടിട്ട് വേറൊരു അക്കരെ പച്ച തേടിയിട്ട് പോയി. അപ്പൊ ഈ ഒറ്റപ്പെട്ട്. ഇതിങ്ങനെയാണ് കാലാണ് ഇതൊക്കെ തെളിയിക്കുക. മനസ്സിലായില്ലേ? അത് ഇനിയെങ്കിലും പഠിക്കുക. എന്തായാലും വന്നാലേ ചായ കുടിച്ചിട്ട് പോവാ. എടാ നൂഹുവ മോനെ, എടാ താത്താന്റെ കല്യാണ കത്തിന്റെ അടുത്ത നോക്കണ്ട.
പിന്നെ ഏതായാലും ഈ വന്നതല്ലേ, എൻ്റെ വീട് എനിക്കറിയില്ല. എൻ്റെ മോളുടെ കല്യാണമാണ് ഈ മാസം മെയ് 28-ാം തീയതി. അപ്പൊ ഈയും എൻ്റെ കുടുംബവും കുട്ടികളും ഒക്കെ കൂടിയിട്ട് വന്നിട്ട് പങ്കെടുക്കണം. അപ്പൊ ഓക്കെ, എന്തായാലും കല്യാണത്തിന് വരണം. ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കേട്ടാ. എന്തായാലും അന്ന് ഇങ്ങനെ ഒന്ന് കാണാൻ കഴിഞ്ഞാലേക്ക് വലിയ സന്തോഷം ഉണ്ട് കേട്ടാ. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറെ കാലത്തിന് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. മറ്റേ ഞാൻ വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കാനാ ഒന്നിനും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ലല്ലോ. ആയിക്കോട്ടെ, നടക്കട്ടെ, ജീവിതം രക്ഷപ്പെടട്ടെ, നല്ലത് വരട്ടെ കേട്ടാ. കല്യാണത്തിന് എന്തായാലും വരിക, എൻ്റെ ഇളയ കുട്ടിയാ. ശരി എന്നാ. ഇതാണ് പറയണത്, കാലം എല്ലാത്തിനും സാക്ഷിയാണ്. എന്താ നോക്കുന്നത്? നടക്കാണ്ട്